ആ 40 പേരും തളിപ്പറമ്പാറ എന്നെ നെഞ്ചോട് ചേർത്തിട്ടുണ്ട്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോ. നൂറി നല്ലോണം ഡാൻസ് കളിക്കും തന്നെ. മാണിക്യ മലരായ പൂവി മഹദിയാം ഖദീജ ബീവി. ടോവിനോ തോമസ് ഉണ്ട്. വാവ്. അവൻ ടോവിനൊക്കെ കൂടെ ഒക്കെ ചുവട് വെച്ച് തുടങ്ങിയല്ലേ. ദറജപ്പൂമോളല്ലേ ലൈല നീ എൻ്റെ കൽബല്ലേ. പിന്നെ വലുതാവുമ്പോൾ പെൺകുട്ടികൾ ഓട്ടോമാറ്റിക്കലി നിർത്തുമല്ലോ വീട്ടിൽ നിന്ന്, എന്തായാലും കല്യാണം ടൈമെന്നൊക്കെ പറയുമ്പോൾ. അപ്പം അവിടെ വെച്ച് നിന്നു. മുല്ലപ്പൂ മണക്കാത്ത മൂക്കെന്തിനാ, മുത്തത്തായി പോകുന്ന വാക്കെന്തിനാ. ജാതി നോക്കി തീയിൽ വെച്ചറിച്ചതാണിൽ മൺകൊടിൽ. ഗായികയെ നോക്കി കല്യാണം കഴിച്ചാണോ അല്ലെങ്കിൽ ലവ് മാരേജ്? നമ്മൾ കൊടുക്കുമ്പോൾ എന്തായാലും നല്ലൊരു മെസ്സേജ് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും. ചിന്തിക്കേണ്ട പല, തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കാലത്ത് ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ. ഹലോ കൂട്ടുകാരെ, സ്റ്റാർനെറ്റ് പ്ലസിൻ്റെ പുതിയ ഒരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉനൈസ് അഹമ്മദ്. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ്. നമുക്കൊക്കെ അറിയാം, ചെറിയൊരു ഗായക കുടുംബം, ഒരുപാട് ഗായക കുടുംബങ്ങളെ കണ്ട കേരള നാടിന് പുതിയ ഒരു വാഗ്ദാനമായി വന്ന നമ്മുടെ നിസാം തളിപ്പറമ്പ്, മെഹർനിസ, അതുപോലെ സിഫ്രാൻ, നൗറീൻ ഇവരടങ്ങുന്ന ഒരു ഗായക കുടുംബം. ആ ഗായക കുടുംബത്തിൻ്റെ വീടാണ് എൻ്റെ പിന്നിൽ നിങ്ങൾ കാണുന്നത്. നമ്മൾ ഇന്ന് അവരുമായി അല്പം സല്ലപിക്കാൻ വേണ്ടിയാണ് എത്തിയിട്ടുള്ളത്. നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ സ്റ്റാർനെറ്റ് പ്ലസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് നിസാം തളിപ്പറമ്പ് ആൻഡ് ഫാമിലി ഇപ്പോൾ താമസിക്കുന്ന വീട്. അപ്പോൾ നമ്മളിപ്പം കാണുന്നത് ഇവർക്കൊക്കെ ഇവരെ തേടിയെത്തിയ പുരസ്കാരങ്ങളാണ്. പുരസ്കാരങ്ങളുടെ ഒരു നിര തന്നെയാണ് ഈ കാണപ്പെടുന്നത്. ഒപ്പം സിഫ്രാൻ്റെ ചാനലിന് യൂട്യൂബ് നൽകിയ സിൽവർ പ്ലേ ബട്ടൺ കൂടി നമുക്ക് ഇവിടെ കാണാനൊക്കും. ഏതായാലും നമ്മൾ നേരെ സിഫ്രാനെ പരിചയപ്പെടാം. സിഫ്രാൻ്റെ അടുത്ത് പോയിട്ട് അവൻ്റെ കുസൃതികളും അവൻ്റെ കുറച്ച് പാട്ടുകളൊക്കെ കേട്ടിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പം വീഡിയോ അവസാനം വരെ എല്ലാവരും കാണുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് സ്പോൺസർ ചെയ്യുന്നത് ഔട്ട്ഫിറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷനാണ്. ഔട്ട്ഫിറ്റിൽ പ്രത്യേക ഓഫറൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഓഗസ്റ്റ് 15 മെഗാ നറുക്കെടുപ്പിൽ നമുക്കൊരു സ്കൂട്ടർ സമ്മാനമായി ലഭിക്കുന്നു. ആരും ഈ അവസരം മിസ് ചെയ്യാതിരിക്കുക. ഔട്ട്ഫിറ്റ് സന്ദർശിക്കുക എത്രയും പെട്ടെന്ന് തന്നെ. അപ്പം വീട്ടുമുറ്റത്ത് നമുക്ക് ആദ്യം കാണുന്നത് സിഫ്രാൻ നിസാമിനെയാണ്. ഓനിവിടെ കീബോർഡ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരെ സിഫ്രാൻ്റെ കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞാലോ. ഹായ് സിഫ്രാൻ നിസാം, ഹൗ ആർ യു? ഓക്കെ, അപ്പോൾ നമ്മൾ സിഫ്രാൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഇവിടെ നിന്ന് ചോദിച്ചിട്ട് നേരെ വീടിനകത്ത് പോയാലോ. ഓക്കെ സിഫ്രാനെ, സ്റ്റാർനെറ്റ് പ്ലസ് ചാനലിന് വേണ്ടിയാണ് ഞാനിപ്പം വന്നത്. പിന്നെ സുഖമല്ലേ? ഇന്ന് സ്കൂളൊന്നുമില്ല. സ്കൂള് ഓൺലൈൻ ക്ലാസ്. അല്ല സിഫ്രാനെ, എനിക്ക് തോന്നുന്നു ഓൺലൈനൊക്കെ മാറി ഓഫ്ലൈൻ ആയില്ലേ? ഇപ്പോൾ സിഫ്രാനെ വീണ്ടും ഓൺലൈനിലേക്ക് മാറിയോ? അതെന്താ അതിന് കാരണം? എനിക്കിപ്പോൾ കുറേ വർക്കൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ ഓൺലൈനിലേക്ക് മാറി. അതുകൊണ്ട് ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഗായകൻ എന്നതിലുപരി ഇപ്പം നമ്മൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഗായകനാണ്, സംശയമില്ല. അതിലുപരി ഒരു മികച്ച സിനിമ ബാലതാരമായി ചുവട് വെക്കുന്നു എന്നൊക്കെ കേട്ട് സത്യമാണോ? ഏതാണ് ആദ്യമായിട്ട് അഭിനയിച്ച പടം? ചാലക്കുടിക്കാരൻ ചങ്ങാതി. ആ സിനിമയിലെ തൊട്ടുണ്ടല്ലേ? അത് എത്രാമത്തെ വയസ്സിലാണ് തുടങ്ങിയത് അഭിനയം? 5ാമത്തെ വയസ്സിലാണ്. അത് ശരി. അതിനുശേഷം എനിക്ക് തോന്നുന്നു സൗബിൻ്റെ ഒരു പടത്തിൽ, യെസ്, അമ്പിടിയിലൊരു റോളാണ് ചെയ്തിരുന്നു അല്ലേ? ഓക്കെ. ഇപ്പം പുതിയ പടം ഏതാ? ഞാൻ എന്തോ ഉപ്പാനെ വിളിക്കുമ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലോട്ട് പോവാണെന്നൊക്കെ പറഞ്ഞിരുന്നു. ഏത് പടമാണത്? തല്ലുമാല. ആരിതാണ്? ടോവിനോ തോമസ് ഉണ്ട്. വാവ്. അപ്പം ടോവിനൊക്കെ കൂടെ ഒക്കെ ചുവട് വെച്ച് തുടങ്ങിയല്ലേ? ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞോ? നടക്കുന്നുണ്ടോ? നടന്നുകൊണ്ടിരിക്കുകയാണ്. നിന്റെ രംഗങ്ങളൊക്കെ കഴിഞ്ഞോ ഷൂട്ടിങ്? ഇല്ല, ഇപ്പം കഴിഞ്ഞിട്ടില്ല. അവര് നമ്മളെ വിളിക്കും. ആ സെറ്റിലാണ്, ആ വർക്കിലാണ് അല്ലേ? ഏതായാലും ഓക്കെ, അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഗായക കുടുംബം, ഈ ഗായക കുടുംബത്തിൽ ജനിച്ചതിൽ അഭിമാനം തോന്നുന്നില്ലേ? നല്ല അഭിമാനം തോന്നുന്നുണ്ട്. മോന് എത്ര വയസ്സായി?
ഇപ്പോ 10ലേക്ക് വരുന്നു ഞാൻ. 10ാം വയസ്സിലേക്ക് വരുന്നു. 10ാം വയസ്സിൽ നിരവധി വേദികൾ, അതായത് നിരവധി സ്ഥലങ്ങൾ ഒക്കെ സന്ദർശിച്ച് ഒരുപാട് പരിപാടികൾ അവതരിപ്പിച്ചു അല്ലേ? ആരോടാണ് ഈ ഒരു സമയത്ത് നന്ദി പറയാനുള്ളത്? രണ്ടാളോടും. ഉപ്പയോടും ഉമ്മയോടും അല്ലേ? ആദ്യമായിട്ട് അവരുടെ മകനായി ജനിച്ചതിൽ അഭിമാനിക്കുന്നു, അവരോട് നന്ദിയും പറയുന്നു. ഏതായാലും എനിക്ക് തോന്നുന്നു ആദ്യമായി വന്നൊരു ഗാനം പൂമരം, അത് ഒരു ഫേസ്ബുക്കിലൂടെ ഉപ്പയുടെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു, ഒരു വീഡിയോ. അതിൽ തന്നെയാണോ ഈ ഒരു മേഖലയിലേക്ക് ചൂട് വെച്ചത്? അതാണ് എൻ്റെ ഫസ്റ്റ് സോങ്. അതല്ലേ? ഏതായാലും നമ്മുടെ സിഫ്രാൻ ആദ്യമായിട്ട് ഈ ഗാനവേദിയിലേക്ക് വന്നത് ഉപ്പ കൊടുത്ത ഒരു പാട്ട് ഇങ്ങനെ മൂളിപ്പാടിക്കൊണ്ടാണ്. ഏതായാലും വമ്പൻ ഹിറ്റായി മാറിയ ഒരു ഗാനമായിരുന്നു അത് സിഫ്രാൻ പാടിയപ്പോൾ അതിനേക്കാളേറെ ഹിറ്റായി എന്ന് തന്നെ പറയാം. ഒരു 2 പേര് നമ്മൾ ആ ഗാനം സിഫ്രാൻ്റെ വായിൽ നിന്ന് കേട്ടാലോ? സിഫ്രാനെ ആ ഒരു പാട്ട് നമുക്ക് വേണ്ടിയിട്ട്, നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഒന്ന് മൂളാവോ? ഓക്കെ. ഞാനും എൻ്റെ ആളും 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. ഞാനും എൻ്റെ ആളും 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. കപ്പലിലാണേ ആ കുപ്പായക്കാരി, പങ്കായം പൊക്കി ഞാനൊന്ന് നോക്കി. കപ്പലിലാണേ ആ കുപ്പായക്കാരി, പങ്കായം പൊക്കി ഞാനൊന്ന് നോക്കി. അവൾ എന്നെയും നോക്കി. 40 പേരും ശിഷ്യന്മാരും ഒന്നിച്ച് നോക്കി. വളരെ മനോഹരം, വളരെ മനോഹരം. താങ്ക് യു. എല്ലാവരും ഒന്നുകൂടി പുറകിലേക്ക് പോയിട്ടുണ്ടാവും ഈ ഗാനം കേൾക്കുമ്പോൾ. ഓക്കെ, ഏതായാലും ഞാൻ ചോദിക്കണത്, ആദ്യമായി മോൻ സ്റ്റുഡിയോയിൽ കയറി മോൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ടാക്കുന്നൊരു പാട്ടൊക്കെ ധാരാളം നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു അവസാനം ഇറങ്ങിയത് ഓനോളെ എന്ന് പറഞ്ഞൊരു ആൽബമാണ്. ഞാൻ കണ്ടിരുന്നു പാട്ട്, നല്ലൊരു പാട്ടാണ്. ഷുക്കൂർ കടുംബതലയുടെ വർക്കാണ് അല്ലേ? ഓക്കെ, എങ്ങനെയാണ് റെസ്പോൺസൊക്കെ? പുതിയ വർക്കിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? നല്ല അഭിപ്രായമാണ്. അത് ഹിറ്റാണല്ലേ? യൂട്യൂബിലൊക്കെ ഹിറ്റാണ്, ഞാൻ കണ്ടിരുന്നു. ഏതായാലും ആശംസകൾ, ഒരുപാട് ഗാനങ്ങൾ, ഇതുപോലത്തെ പുതിയ പുതിയ ഗാനങ്ങൾ തേടി വരട്ടെ. മോൻ്റെ ഇപ്പം സ്റ്റുഡിയോയിൽ കയറിയിട്ട് മോൻ്റെ ഒരു ഐഡൻറ്റിറ്റിയിൽ പുതിയൊരു പാട്ട്, അത് ഏത് പാട്ടാണ് ആദ്യമായിട്ട് പാടിയത്? ഉമ്മാൻ്റെ പൊന്നുമ്മ. ഉമ്മാൻ്റെ പൊന്നുമ്മ. ഏതായാലും ഉമ്മയെക്കുറിച്ചുള്ള വരികൾ ഹൃദ്യമാണ്, നമുക്കെന്നും മനസ്സിൽ താലോലിക്കാൻ പറ്റുന്ന ഒരുപാട് ഉമ്മയെക്കുറിച്ചുള്ള ഗാനങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു പാട്ടാണ് സിഫ്രാൻ ഇനി പാടാൻ പോകുന്ന പാട്ട്. ഞാൻ നേരത്തെ കേട്ടിരുന്നു. ഏതായാലും 2 പേര് സിഫ്രാനോട് ഇപ്പം നമുക്ക് കേട്ടാലോ? ഉമ്മ എൻ്റെ പൊന്നുമ്മ പൂമോൻ്റെ പാട്ട് ഉണ്ടേ എന്നും മുൾപ്പൂവിൽ ഇശലിൻ്റെ കൂട്ട്, എന്നും എന്നിൽ കുളിരുമായി നിശ്വാസക്കാറ്റ്, എന്നെ പുൽകിയുണരുമീ ആശ്വാസപ്പാട്ട്. മോൻ്റെ സ്കൂൾ വിശേഷങ്ങളിലേക്ക് വരാം. സ്കൂൾ തൊട്ടടുത്ത് തന്നെയാണോ? ഏത് സ്കൂളിലാണ് പഠിക്കണത്? ഞാനിപ്പോൾ ശ്രീപുരത്താണ് പഠിക്കുന്നത്. ശ്രീപുരം. സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ എങ്ങനെ കുട്ടികളെ പെരുമാറ്റം, ക്ലാസ്മേറ്റ്സ് എല്ലാം ഉണ്ടല്ലോ, ടീച്ചേഴ്സ്, എങ്ങനെയാണ് അവരൊക്കെ പെരുമാറ്റം? നല്ല സപ്പോർട്ടാണ്. സ്കൂളിലെന്നും താരമാണല്ലേ? വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ടോ? തള്ളി വിടാറുണ്ടോ? എല്ലാം ഒറിജിനൽ വിശേഷങ്ങളൊക്കെയാണോ പറയാറ്? ഒറിജിനൽ വിശേഷങ്ങൾ ചോദിക്കലുണ്ട്. നല്ല. അപ്പോൾ സ്കൂളിലേക്ക് പോകാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ? പക്ഷെ പരിപാടി കൂടിയത് കൊണ്ട് ഇപ്പം സിനിമാ താരമൊക്കെ ആകുമ്പോഴാണ് ബിസി ആയിരിക്കും. ഒരുപക്ഷെ മോൻ്റെ കൂടെ പഠിക്കുന്നവരൊക്കെ നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കും. എന്തെങ്കിലും പറയാനുണ്ടോ കൂട്ടുകാരോട് ഈ സമയത്ത്? എനിക്ക് എല്ലാവരും നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്യുക, എൻ്റെ സോങ്സൊക്കെ കേൾക്കുക, പ്രാർത്ഥിക്കുക. ചോദിക്കുന്നുണ്ടോന്ന് തോന്നരുത്. ഞാൻ യൂട്യൂബിൽ സിഫ്രാൻ്റെ ബാങ്ക് കൊടുക്കുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു. വെറുതെ കൊടുത്താണോ അല്ലെങ്കിൽ അങ്ങനെ താല്പര്യമുണ്ടോ? നല്ല താല്പര്യമുണ്ട്. ഏതായാലും നമ്മൾ സിഫ്രാനെ കൊണ്ട് ബാങ്ക് കൊടുപ്പിച്ചാലോ? ഞങ്ങൾക്ക് വേണ്ടി ഒരു ബാങ്ക് കൊടുക്കും മോനെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്.
അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മാഷാ അല്ലാ, മാഷാ അല്ലാ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഹിഫ്ളൊക്കെ പഠിക്കുന്നുണ്ട് എന്നൊക്കെ ഉപ്പ പറഞ്ഞിരുന്നു. എന്തായാലും മദ്രസ വിദ്യാഭ്യാസം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. ഖാതിമുൻ നബിയെ വിളിച്ച് കച്ചവടത്തിനയച്ച് കണ്ട നേരം കൽബിനുള്ളിൽ മോഹമോദിച്ചോ മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ. സിഫ്രാൻ ഇഷ്ടപ്പെട്ട നടനാരാണ്? എനിക്ക് ഹിന്ദിയിൽ ഷാറുഖ് ഖാൻ, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ മുടിയൊക്കെ വെച്ചല്ലേ. മലയാളത്തിൽ മമ്മൂക്ക. അത് പിന്നെ ചോദിക്കാനില്ലല്ലോ. ഷാറുഖ് ഖാൻ എന്താ ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം? എനിക്ക് ഷാറുഖ് ഖാനെ ഭയങ്കര ഇഷ്ടമാണ്. അതെയാ? ഇഷ്ടപ്പെട്ട പാട്ട് ഷാറുഖ് ഖാന്റെ തന്നെ ആയിരിക്കും അല്ലേ? ഏത് പാട്ടാണ്? കിസി റോസ് തുംസെ. രണ്ടുപേര് കിസി റോസ് രണ്ടുപേര്. किसी रोज तुमसे मुलाकात होगी मेरे जान उस दिन मेरे साथ होगी मगर कब न जाने ये बरसात होगी मेरा दिल है प्यासा मेरा दिल अकेला जरा तस्वीर से तो निकल के सामने आ मेरी महबूबा. ഞാൻ നേരത്തെ വരുന്ന സമയത്ത് മേരെ രഷ്ക കമർ ഈ കീബോർഡിൽ പ്ലേ ചെയ്യുന്ന കേട്ടിരുന്നു. നമ്മളൊക്കെ കേട്ടല്ലേ. അപ്പോൾ ആ പാട്ടും എനിക്കൊന്ന് ഇഷ്ടമായിരിക്കും, അതുകൊണ്ടാണ് മോനെ അത് പഠിച്ചു വെച്ചത്. അത് പാടാലോ അല്ലേ? ഒരു രണ്ടുപേര്. ഓക്കെ. मेरे रश के कमर तूने पहली नजर जब नजर से मिलाई मजा आ गया जोश ही जोश में मेरी आगोश में आंखें तू जो समाई मजा आ गया मेरे रश के कमर तूने पहली नजर जब नजर से मिलाई मजा आ गया जब नजर से मिलाई मजा आ गया. അപ്പോൾ നമ്മളെ പിന്നൊരു കുട്ടി പട്ടാളമാണല്ലോ നിന്റെ പെങ്ങള് കുഞ്ഞി. അവളോട് കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചാലാ? നൂറിൻ അല്ലേ? ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട നൂറിൻ. നൂറിൻ ഹായ്. ഇത് നമ്മുടെ നൂറിൻ നിസാമിൻ്റെ കൊച്ചുമകള്. അവളും ഗായക കുടുംബത്തിൽ ഇപ്പം പുതിയതായി ചുവട് വെച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. നമുക്കൊക്കെ കേൾക്കാം ആ പാട്ട്. മോൾ എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. ഏത് സ്കൂളിലാണ്? ശ്രീപുരം കണ്ണൂർ അല്ലേ? ഇക്കാടെ സ്കൂളിൽ തന്നെ. നൂറിനെങ്ങനെ സ്കൂളിലെ കുട്ടികളൊക്കെ പാട്ട് പാടിക്കാറുണ്ടോ? ടീച്ചർമാർക്കൊക്കെ ഇഷ്ടമാണോ മോളെ? ക്ലാസ്സിലൊക്കെ എന്നും പോകാറുണ്ടോ അല്ല ഓൺലൈനാണോ ക്ലാസ്? ഉപ്പയുമൊക്കെ പാട്ടാടാൻ നല്ല രീതിയിൽ സഹായിക്കാറുണ്ടോ? ഉനൈസ്ക മോളോട് ഇപ്പോൾ ഒരു പാട്ട് പാടാൻ പറഞ്ഞു. ഏത് പാട്ടായിരിക്കും മോള് പാടുക? ഉപകാരം. ഇഷ്ടമാണോ പാട്ട്? ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ മോക്ക്? ഏതാ? ആവാര. ഹിന്ദി പാട്ടാ? ഒരു രണ്ടുപേരും ആവാര പാടിത്തരോ മോള്? പാടിക്കാം. न जाने किस पे आएगा ए अपना दिल तो आवारा न जाने किस पे आएगा. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു മാപ്പിള പാട്ട് പാടിത്തരോ? ചങ്ങാതി. ഓക്കെ. ചങ്ങാതി നിങ്ങളെ തന്നെ ആൽബമാണ്. ഓക്കെ. രണ്ടുപേര്. തെച്ച് വച്ചും ചങ്ങാതി കുറ്റമല്ലത് ചങ്ങാതി തെറ്റ് തെറ്റാണെന്നറിഞ്ഞാൽ തെറ്റ് ശരിയാക്കാൻ തുണിഞ്ഞാൽ കുറ്റമാണത് ചങ്ങാതി കുറ്റമാണത് ചങ്ങാതി തെറ്റ് പറ്റും ചങ്ങാതി
കുറ്റമല്ലത് ചങ്ങാതി. തെറ്റ് തെറ്റാണെന്നറിഞ്ഞാൽ തെറ്റ് ശരിയാക്കാൻ തുണിഞ്ഞാൽ കുറ്റമാണത് ചങ്ങാതി, കുറ്റമാണത് ചങ്ങാതി. ഇത് നിങ്ങളുടെ കുടുംബം ഒന്നിച്ചിട്ട് പൊളിച്ചൊരു പാട്ടാണ് അല്ലേ? ഞാൻ കേട്ടിരുന്നു, യൂട്യൂബിൽ 9 ഹിറ്റാണ്. സിഫ്രാൻ ഒരുപാട് പരിപാടി കാണാനും എല്ലാവരും നല്ല നല്ല സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടാകും, ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ടാവും. പോയ സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ എന്താ പറയുക? മണാലി. മണാലിയിലേക്ക് പരിപാടിക്ക് പോയതാണോ? അമ്പിളിന്റെ ഷൂട്ടിന് പോയതാ. അത് ശരി, മണാലിയിൽ. മണാലിയിലുള്ള അല്ലേ, ആ ജാക്കറ്റൊക്കെ ധരിച്ചിട്ട്. മണാലിയിൽ അതന്നെയാണ് എൻ്റെ മറക്കാൻ പറ്റാത്ത അനുഭവം. എത്ര ദിവസം ഉണ്ടായിരുന്നു അവിടെ ഷൂട്ടിങ് മണാലിയിൽ? അവിടെ 10 days ഉണ്ടായിരുന്നു. 10 days ഉണ്ടായിരുന്നു മൊത്തം. ആ സിനിമ ക്രൂ കൂടെ അല്ലേ? സൗബീനൊക്കെ എങ്ങനെയായിരുന്നു മോനോട് പെരുമാറിയത്? നല്ല ഒരു മോനെ പോലെ അല്ലേ? നല്ല രസമായിരുന്നു ലൊക്കേഷനൊക്കെ? നല്ല ലൊക്കേഷൻ. എനിക്ക് അവിടെ നല്ല തണുപ്പാണ്. തണുപ്പ്. അവിടുത്തെ ഫുഡ് ഇവിടുത്തെ പോലെയൊന്നും അല്ല അവിടുത്തെ ഫുഡ്, വേറൊരു ടൈപ്പ് അവിടുത്തെ ഫുഡ്. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ ഫാമിലി മൊത്തമായിട്ടാണോ പോയത്? അല്ല, ഞാനും പപ്പയും മാത്രം അല്ലേ? നൂറിയെ കൊണ്ടുപോയിട്ടില്ല? ഇല്ല. നൂറിക്കും ഒരു സിനിമയിൽ ചാൻസ് ഒക്കെ ഒപ്പിച്ചു കൊടുക്കുന്നു. നൂറിയോട് ഒരു ചോദ്യം, ഉപ്പയാണോ ഉമ്മയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അല്ല, ഉപ്പയെ പേടിയാന്നൊക്കെ പറഞ്ഞിരിക്കാം. ഇല്ല, രണ്ടാളും ഇഷ്ടമാണോ? ഓക്കെ, നമ്മളിനി വൈകണില്ല, കുട്ടികൾക്ക് ക്ലാസ്സൊക്കെ ഉണ്ട്, ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. നമ്മൾ നേരെ വീടിനകത്ത് പോയി നിസാമിനെയും അതുപോലെ മെഹർ നിസാമിനെയൊക്കെ ഒന്ന് കണ്ട് ഇവരെ മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. പറഞ്ഞോ. നൂറി നല്ലോണം ഡാൻസ് കളിക്കും. തന്നെ കളിക്കോ നൂറി? അവനൊക്കെ പറഞ്ഞ ഒരു ഡാൻസ് ഏത് പാട്ട് വെച്ചിരുന്നു? ഞാൻ പാട്ട് വെച്ചേരാം, നമ്മൾ ഡാൻസ് കളിക്കുവാണെങ്കിൽ. അച്ഛാവതിൻ്റെ പാട്ട് വെച്ച ഡാൻസ് കളിക്കും. നമ്മളൊന്ന് ഡാൻസ്, നമുക്ക് നൂറിയുടെ ഒരു ഡാൻസ് ഒന്ന്. നമ്മൾ വീട്ടിനകത്താണുള്ളത്. ഇതാ നമ്മുടെ കൂടെ നിസാം തളിപ്പറമ്പുണ്ട്. ഹായ്. ഏതായാലും ഒരാൾ കൂടി ഇവിടെ ജോയിൻ ആവാനുണ്ട്, പെട്ടെന്ന് ജോയിൻ ആവാം. അതിനു മുമ്പ് നിസാമിനോട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. നിസാമ സുഖമല്ലേ? ഹായ്, സുഖമാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനോട്, സ്റ്റാർനെറ്റ് പ്ലസിൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താണ് പറയുന്നത്? സ്റ്റാർനെറ്റ് പ്ലസിൻ്റെ സബ്സ്ക്രൈബറോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ആദ്യം തന്നെ ഈ ഒരു സ്റ്റാർനെറ്റ് പ്ലസിൻ്റെ നമ്മുടെ ഉനൈസ് ഭായിക്ക് നന്ദി പറയുകയാണ്. ഞങ്ങളെ ഈ ഒരു ചെറിയൊരു ഇൻ്റർവ്യൂവിൽ വന്ന് നമ്മളുടെ കാര്യങ്ങളും എല്ലാം ഇതിൽ പകർത്തിയതിന്. അതുപോലെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത്, ഇനിയും ഒരുപാട് നല്ല വെറൈറ്റി പ്രോഗ്രാമുകളായിട്ടാണ് ഉനൈസ് ഭായ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. അതുപോലെ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ വരാനുണ്ട്. പല പല സ്ഥലങ്ങളൊക്കെ പോയിട്ട് എന്താ പറയുക, വലിയൊരു നല്ലൊരു ബ്ലോഗർ എന്ന് ആശംസിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അസീസ് തായ്നേരിയുടെ കൂടെ എന്ന് തോന്നുന്നു നിസാം ചുവട് വെച്ചത്. ഏകദേശം സിഫ്രാന്റെ പ്രായം ഉണ്ടാകുമ്പോൾ തന്നെ ഗാന മേഖലയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു പ്രായത്തിൽ വന്നിട്ടില്ല. സിഫ്രാൻ ഓൾറെഡി 4 വയസ്സിൽ ഓരോരുത്തരേക്ക് വന്നു. പക്ഷെ ഞാൻ ആദ്യം മുതലേ കേട്ടിരുന്നു 8 വയസ്സ്. ആ സമയത്ത് തന്നെ ഫസ്റ്റ് ഇതിലേക്ക് കൊണ്ടുവരുന്നത് ഹാരിസ് തളിപ്പറമ്പാണ്. നല്ല എഴുത്തുകാരനാണ് ഹാരിസ് തളിപ്പറമ്പ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ നിന്ന് ഒരുപാട് പാട്ടുകൾ ആ സമയത്ത് പാടി. ആ സമയത്ത് ഓഡിയോ കാസറ്റാണ്, CD അങ്ങനത്തെ ഒന്നുമില്ല. ഓഡിയോ കാസറ്റിൽ ആണ് ഈ റീലുള്ള ഓഡിയോ കാസറ്റ്, അതിലാണ് വരുന്നത്. അപ്പം അതിലാണ് ആദ്യമായിട്ട് വന്നത് അദ്ദേഹത്തിൻ്റെ മണിമുത്ത് ബീവിക്ക് കാനോത്ത് എന്ന് പറഞ്ഞൊരു കല്യാണ പാട്ട്. അതാണ് ആദ്യമായിട്ട് ഞാൻ പാടിയത്. അതുപോലെ അഫ്സൽ റസൂലി അങ്ങനെയൊക്കെ പാടി വന്നൊരു സമയത്താണ് തായ്നേരി അസീസ് ഖാൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അവിടേക്കും എന്നെ എത്തിക്കാൻ 2 പേരുണ്ട്. ഒന്ന് നമ്മുടെ എട്ടിക്കുളം മുഹമ്മദ് ഓനി എന്ന് പറഞ്ഞൊരു ഫീമെയിൽ സൗണ്ടിലൊക്കെ പാടുന്നൊരു പാട്ടുകാരനുണ്ട്. അതുപോലുള്ളൊരു തൃക്കരിപ്പൂർ ബഷീർ. അവരാണ് ആ ഒരു പരിയാരം എന്നുള്ളൊരു പ്രോഗ്രാം സ്ഥലത്ത് ഞാനവിടെ പാടാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ നമ്പറൊക്കെ വാങ്ങി അങ്ങനെയാണ് അസീസ് ഖാനെ വിളിക്കുന്നതും ഞാൻ അവിടത്തേക്ക് പോകുന്നതും. അങ്ങനെയൊക്കെ ഒരു ഇതിലേക്ക് അസീസ് ഖാൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അസീസ് ഖാൻ്റെ അടുത്ത് എത്തി. അവിടെ എത്തിയപ്പോൾ ഞാൻ പിന്നെ ഒരു സ്വന്തം മോനെ പോലെ തന്നെയാണ്. ഇപ്പോഴും ആ ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ അവരെ മക്കളായാലും പെൺമക്കളായാലും ഒരു ആങ്ങളെ വന്ന ഒരു ഇതാണ് എന്നെ കാണുന്നത്. അതുപോലെ നബീസുമ്മ സ്വന്തം മോനെ പോലെയാണ്. ഇപ്പോൾ ആ ഒരു ബന്ധം ഉണ്ട്, ഒരു കോട്ടലും സംഭവിക്കാതെ അങ്ങനെ തന്നെ ഉണ്ട്. ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ 8 വയസ്സ് മുതൽ ഇതുവരെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ടാവും അല്ലേ? ഒറ്റയടിക്ക് ചോദിച്ചാൽ മനസ്സിൽ എന്നും ഇപ്പോഴും താലോലിക്കുന്ന ഒരു ഗാനം ഉണ്ടാവും. അത് ഒരുപാട് ഗാനം ഉണ്ടാവും. എന്നാലും എൻ്റെ മനസ്സിൽ എന്നെ ഉസ്താദ് പഠിപ്പിച്ചൊരു പാട്ടുണ്ട്. ഇന്നും തത്തി കളിക്കുന്ന പാട്ട് എന്നെ മദ്രസന്ന് ഉസ്താദ് പഠിപ്പിച്ചൊരു പാട്ടുണ്ട്. അഫ്ളൽ റസൂലി നബി ത്വാഹ മുബാറക്. ആ പാട്ട് ഞാനാണ് ആദ്യമായിട്ട് പാടുന്നത്. എനിക്ക് വേണ്ടിയിട്ടായിട്ട് തയ്യാറാക്കിയ പാട്ടാണ്.
അപ്പോൾ ഹാരിസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹാരിസ് ഫിർദോസ് എന്ന് പറഞ്ഞ ഗസ്റ്റിലാണ് എൻ്റെ വോയിസിലെ പാട്ട്. ഇന്നും എനിക്ക് പലരും ആ ഒരു എൻ്റെ കുട്ടി വോയിസുള്ള പാട്ട് എനിക്ക് അയച്ചാറുണ്ട്. അപ്പോൾ ആ ഒരു പാട്ട് എൻ്റെ മനസ്സിലും എപ്പോഴും ഉണ്ട്. ആ ഒരു പാട്ട് രണ്ടുപേരും ഞങ്ങൾക്ക് തീർച്ചയായിട്ടും. അഫ്ലലു റുസുലി നബി ത്വാഹ മുബാരക്, അഫ്ലലു റുസുലി നബി ത്വാഹ മുബാരക്, മുജ്തബ മുർതല യാ ഹബീബു യാ മുബാരക്, മുജ്തബ മുർതല യാ ഹബീബു യാ മുബാരക്, റബ്ബി സ്വല്ലി അലാ നബി ത്വാഹ മുബാരക്, റബ്ബി സ്വല്ലി അലാ നബി ത്വാഹ മുബാരക്. ഈ പാട്ട് നബിദിന, ഞാനാണ് പാടുക. ഈ നബിദിന സീസൺ ആയി കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും ഈ ഒരു പാട്ടാണ് പാടുന്നത്. മദ്രസിനെ ഉസ്താദ് തിരിച്ചറിഞ്ഞു ഈ ഒരു ഗായകനെ. മദ്രസെന്നും അതുപോലെ സ്കൂളിൽ നിന്നുമാണ് എൻ്റെ ഒരു പാട്ടിൻ്റെ ഈ ഒരു ഇതിലേക്ക് പാടാനുള്ള ഇതൊക്കെ ഉണ്ടെന്ന് അവരാണ് ആദ്യം കണ്ടെത്തുന്നത്. നിസാം തളിപ്പറമ്പ് എന്നാണ് അറിയപ്പെടുന്നത്. തളിപ്പറമ്പ് തന്നെയാണോ ജന്മസ്ഥലം? തളിപ്പറമ്പല്ല, എൻ്റെ വീട് കറക്റ്റ് പറഞ്ഞാൽ വളക്കൈ മണക്കാട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മണക്കാട്ട്. തളിപ്പറമ്പ് എന്നൊരു 6-7 കിലോമീറ്റർ. കണ്ണൂർ ജില്ല ആണല്ലേ? കണ്ണൂർ ജില്ല. അപ്പോൾ ഈ ഒരു പാട്ടിൻ്റെ ഇതിൽ വന്നപ്പം ഹാരിസ്ക്കാണ് എന്നെ തളിപ്പറമ്പ് എന്നുള്ളൊരു ഇത് ചേർക്കുന്നത്. അപ്പോൾ അതിനുശേഷം നിസാം തളിപ്പറമ്പായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അതുമാത്രമല്ല, തളിപ്പറമ്പ് എന്ന പേര് കൊടുത്ത പോലെ തന്നെ തളിപ്പറമ്പുകാർ എന്നെ നെഞ്ചോട് ചേർത്തിട്ടുണ്ട്. കാരണം നല്ല സപ്പോർട്ടാണ് എൻ്റെ തളിപ്പറമ്പുകാർ. അത് എന്താ പറയുക, എവിടെ പോയാലും ഞാൻ പറയുന്നൊരു കാര്യമാണ്. സന്തോഷം. എനിക്ക് തോന്നുന്നു ഇപ്പം ഫാമിലി ബേസ് തന്നെയാണ് ഒരുപാട് ഗാനങ്ങൾ ചെയ്യുന്നത്. ജിഫ്രാൻ്റെ ചാനലിലും ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു കമ്പനിക്ക് വേണ്ടിയിട്ടാണെങ്കിലും. അതിൽ കൂടുതൽ അങ്ങനെ ഫാമിലി ബേസ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വല്ല കാരണമുണ്ടോ? അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജിഫ്രാൻ ഈ 4ാമത്തെ വയസ്സിൽ നമ്മൾ വിചാരിച്ചിട്ടില്ല ജിഫ്രാൻ പാടുമെന്നോ ഒന്നും വിചാരിച്ചിട്ടില്ല. നമ്മൾ ഇങ്ങനെ ആ സമയത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്നാണ് അവൻ ആ പൂമരം എന്നുള്ള പാട്ട്, പൂമരം സിനിമ ഇറങ്ങിയപ്പോൾ എല്ലാവരും അത് ചാനലിലൊക്കെ ആ ഒരു പാട്ട് വൈറലായിരുന്നു. അപ്പോൾ ഇവൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പാടുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പാടുമ്പോൾ ഞാൻ, അതുപോലെ വൈഫിൻ്റെ ബ്രദറുണ്ട് റജിനാസ് എന്ന് പറഞ്ഞ, റജിനാസ്, അവൻ പാടും. അവൻ സിംഗറാണ്. നമ്മളൊന്നിച്ച് ഫ്രണ്ടായിരുന്നു. അവൻ ഇപ്പോൾ ദുബായിലാണ്. അപ്പോൾ അവനൊക്കെ ഇരുന്നിട്ടാണ് പറയുന്നത് നമുക്ക് ജിഫ്രാനെ കൊണ്ട് ഇതൊന്ന് പാടിച്ചാലോ. അങ്ങനെ പാടിച്ചിട്ട് ജസ്റ്റ് വീഡിയോ ചെയ്ത് അപ്പോൾ തന്നെ FBയിൽ പോസ്റ്റ് ചെയ്തു. അന്ന് വൈകുന്നേരം തന്നെ ആ സിനിമേൻ്റെ ആൾക്കാർ എബ്രിഷൈൻ അവരൊക്കെ അത് ഷെയർ ചെയ്തു. നമ്മുടെ ജോജു ജോർജൊക്കെ അന്ന് വൈകുന്നേരം തന്നെ ഷെയർ ചെയ്തു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് FBയിൽ തന്നെ ഏകദേശം 10-18 ലക്ഷത്തിന് മുകളിലായി ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ. അപ്പം അങ്ങനെയാണ് ആ ഒരു പാട്ട് ജിഫ്രാൻ അതിലേക്ക് വരുന്നതും. പിന്നെ ജനങ്ങൾ പിന്നെ അതിൽ കമൻറ്റ് എഴുതാൻ തുടങ്ങി, ജിഫ്രാനെ ഒറ്റയ്ക്ക് വെച്ച് പാട്ട് ചെയ്തുകൂടെ. അങ്ങനെ പിന്നെ നമ്മൾ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അതിനുശേഷം അവസരങ്ങൾ ഒരുപാട് വന്നു. മില്ലേനിയം ഓഡിയോസ്, SR മീഡിയ, ലോജിക് മീഡിയ, അങ്ങനെ ഒരുപാട് മീഡിയാസ് വന്നു. ഗാലറി വിഷൻ, അവരൊക്കെ ജിഫ്രാൻ്റെ പാട്ടുകൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ കുറേ പ്രോഗ്രാമിന് ജിഫ്രാൻ നമ്മളെ കൂടെ ആഡ് ആവാൻ തുടങ്ങി. അങ്ങനെയൊക്കെ വന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നൂറി ഇതുപോലെ ഇങ്ങനെ മൂളിപ്പാട്ട് പാടാൻ തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം നമ്മളൊരു പാട്ട് പാടുമ്പോൾ അതിൻ്റെ കൂടെ പാടി. അപ്പോൾ അതിനുശേഷം അതിലും ഒരുപാട് ആൾക്കാർ കമൻറ്റ് യൂട്യൂബിൽ നൂറിനെ വെച്ചിട്ടൊരു സിംഗിൾ പാട്ട് ചെയ്തുകൂടെ അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടാളും ഒന്നിച്ചൊരു പാട്ട് ചെയ്തു, ഒരു ഹിന്ദി സോങ്. അപ്പോൾ എനിക്ക് തോന്നി ഏതായാലും നമ്മുടെ ഒരു ഫാമിലി എല്ലാവരും ജനങ്ങൾ നല്ല സപ്പോർട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളതിന് കൊടുക്കുന്നത് ഒന്നിച്ചുള്ള സംഭവങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ സ്വീകരിക്കുന്നുള്ളൊരു വിശ്വാസം വന്നു. അപ്പോൾ അങ്ങനെ ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ ചെയ്യാൻ തുടങ്ങി. അത് ആൾക്കാർ നല്ല രീതിയിൽ സ്വീകരിക്കുന്നുണ്ട്, ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു വിശ്വാസമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഫാമിലിയായിട്ട് ചെയ്യാനുള്ള ഒരു പ്രചോദനമായത്. പിന്നെ പ്രോഗ്രാമൊക്കെ നമ്മളൊരു ഫാമിലി ബാൻഡ് എന്നുള്ള രീതിയിൽ തന്നെ ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. ജന്നത്ത് ബാൻഡ് എന്നൊരു ബാൻഡുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പോകുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ ഫാമിലി ബേസ് ഒരു സോങ് വരുന്ന വരുമ്പോൾ ആൾക്കാർക്ക് കാത്തിരിക്കുവാണ്. പുതിയ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാവും, പ്രതീക്ഷിച്ച പോലെ തന്നെ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാകുന്നു. പാട്ടിലാണെങ്കിലും അത് പ്രതിപാദിക്കുന്ന വിഷയങ്ങളിലാണ് നമ്മൾ കൊടുക്കുമ്പോൾ എന്തായാലും നല്ലൊരു മെസ്സേജ് എന്തായാലും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും. കാരണം വെറിയ ഒരു പ്രേമപ്പാട്ട് അങ്ങനെയല്ല, നല്ലൊരു എന്തെങ്കിലും കണ്ടന്റ് കൊടുത്താൽ ജനങ്ങളെ സ്വീകരിക്കും തീർച്ചയായിട്ടും. പിന്നെ 4 ഡിഫറെന്റ് വോയിസ്, അത് തന്നെ കേൾക്കാനൊരു സുഖമുണ്ട്. ദരജപ്പൂമോളല്ലേ ലൈല നീ എൻ്റെ കൽബല്ലേ, മജ്നുവായി ഞാൻ നിന്നെ ദുനിയാവാകെ
തിരഞ്ഞില്ലേ. യാ ഹബീബി എൻ്റെ മുന്നിൽ നീ എത്തിച്ചേർന്നില്ലേ, മൗത്തോളം വേർപെട്ട ജീവിതം ഇനിയില്ലല്ലോ. ദറജപ്പൂമോളല്ലേ ലൈല നീ എൻ്റെ കൽബല്ലേ, മജ്നൂവായി ഞാൻ നിന്നെ ദുനിയാവാകെ തിരഞ്ഞില്ലേ. യാ ഹബീബി എൻ്റെ മുന്നിൽ നീ എത്തിച്ചേർന്നില്ലേ, മൗത്തോളം വേർപെട്ട ജീവിതം ഇനിയില്ലല്ലോ. അപ്പം നമ്മളെ കൂടെ ഒരാൾ കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്, മെഹർ നിസ നിസാം. ഹായ്. അപ്പം ഞാൻ ചോദിക്കണം നിസാമേ, നമുക്കിപ്പം ഒരുപാട് ഗായക കുടുംബം ഒന്നും കേരളത്തിൽ അങ്ങനെ അറിയപ്പെട്ടില്ലെങ്കിലും നമ്മുടെ കണ്ണൂർ സലീമിൻ്റെ അല്ലേ, അതൊരു ഗായക കുടുംബമാണ്. എനിക്ക് തോന്നുന്നു അതിനുശേഷം നിസാമിൻ്റെ അതുപോലെ ഒരു കുടുംബത്തിനെ അല്ലേ. പല ആൾക്കാരും മെസ്സേജുകളിലൂടെ പറയുന്നൊരു കാര്യമാണ് ഇപ്പോൾ നിസ്ബായി പറഞ്ഞിട്ടുള്ളത്. അപ്പം കണ്ണൂർ സലീം ഫാമിലി എന്നുള്ള രീതിയിൽ ഇപ്പോൾ അങ്ങനെയല്ല, ആ ഒരു മൂഡിലേക്ക് നല്ല ഒരു സംഗീത കുടുംബം അല്ല അല്ല സംശയമൊന്നുമില്ല. ഞാൻ മെഹർ നിസയുടെ ഒരുപാട് പാട്ടുകൾ കേട്ടിട്ടുണ്ട്. ഇത് നിസാമിൻ്റെ കല്യാണത്തിനുള്ള ഒരു ഔട്ട്ഡോർ ഒക്കെ കണ്ടിരുന്നു. അത് നമ്മുടെ സ്റ്റുഡിയോ ഫീൽഡ് ആയതുകൊണ്ട് ഞാൻ ഔട്ട്ഡോർ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നു. ഗായികയെ നോക്കി കല്യാണം കഴിച്ചാണോ അല്ലെങ്കിൽ ലവ് മാരേജ്, അറേഞ്ച് മാരേജ്? നമ്മുടെ അറേഞ്ച് മാരേജ് അല്ല, ലവ് മാരേജ് ആണ്. നമ്മുടെ വളരെ ചെറുതിലെ തുടങ്ങിയ പ്രണയം, എന്താ പറയാ, ആ ഒരു പ്രണയം കളിപ്പറമ്പുകാരിയാണോ? അല്ലല്ല, അവള് ചെറുവത്തൂരാണ്. ചെറുവത്തൂര്. അപ്പം പാട്ടുകാരിയെ നോക്കി കെട്ടി? അങ്ങനെ പാട്ടുകാരി ആയതുകൊണ്ടല്ല, എന്താ ആ സമയത്ത് ആ ഒരു നമ്മൾ രണ്ടാളിലും ഒരു ഇഷ്ടം വന്നു. അപ്പം അത് പഠിച്ചവൻ ആ രീതിയിലേക്ക് എത്തിച്ചു. കുഞ്ഞുനാളിലെ പാട്ട് പാടാറുണ്ടോ? ഏത് പാട്ടിലൂടെയാണ് രംഗത്തേക്ക് വന്നതെന്ന് ഓർമ്മയുണ്ടോ? ചെറുതിലെ ഇങ്ങനെ പ്രോഗ്രാമിന് പോകാറുണ്ട്, സ്കൂൾ കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വലുതാവുമ്പോൾ പെൺകുട്ടികൾ ഓട്ടോമാറ്റിക്കലി നിർത്തുമല്ലോ വീട്ടിൽ നിന്ന്, എന്തായാലും കല്യാണം ടൈമെന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അവിടെ വെച്ച് നിന്നു. പിന്നെ വീണ്ടും കല്യാണം കഴിഞ്ഞപ്പോൾ ഇവരെ വീട്ടുകാരും എല്ലാവരും സപ്പോർട്ട് ചെയ്ത സമയത്ത് പാടാന്ന് വിചാരിച്ചു. എവിടുന്നാണ് നിസാമിനെ ആദ്യമായിട്ട് കണ്ടത്? ഞാൻ കണ്ടത് പയ്യന്നൂർ അസീസ് ഖാൻ്റെ അടുത്തുനിന്ന്. അവിടെ പാടാൻ കുറച്ച് അങ്ങനെ ജസ്റ്റ് ഒരു പ്രാക്ടീസിന് അങ്ങനെ വേണ്ടി പോയത്. അവിടുന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു, ഇപ്പം ജീവിത പങ്കാളിയായി, അങ്ങനെ സംഗീത കുടുംബത്തിൽ അംഗമായി. ആദ്യത്തെ പാട്ട് ഏതാന്ന് ഓർമ്മയുണ്ടോ മെഹർ നിസയ്ക്ക്? ചെറുതില് സ്കൂൾ കോമ്പറ്റീഷന് പാടിയത്. ചെറുതിലെല്ലാം ഉമ്മയാണ് പഠിപ്പിക്കുന്ന പാട്ടുള്ള, ഇങ്ങനെ കാസറ്റ് ഇട്ടിട്ട് അതിൽ ഉമ്മ എഴുതി തരും, അത് കേട്ട് പഠിക്കും. അങ്ങനെയൊക്കെയാണ് ഫസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് സ്കൂളിൽ നിന്ന് ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലായിട്ടും പഠിക്കുമ്പോൾ തോന്നുന്നു പാടിയത്. അന്നേരം ഇങ്ങനെ മറ്റേ ട്രഡീഷണൽ അങ്ങനെയൊന്നുമില്ല, എന്തെങ്കിലും ഒരു മാപ്പിളപ്പാട്ട് പാടാം, അതിന് വലിയ അറിവൊന്നുമില്ല. ആ സമയത്ത് ജാതി നോക്കി എന്നുള്ളൊരു മാപ്പിളപ്പാട്ടാണ് ഫസ്റ്റ്. വലിയ ഓർമ്മയൊന്നുമില്ല. ജാതി നോക്കി തീയിൽ വെച്ചരിച്ചതാണിൽ മൺകൊടിൽ ജീവനും കൊണ്ടോടിയപ്പോൾ എത്തി ഞാനീ പാതയിൽ. ജാതി ഏതാണെന്നറിയാതെ തെരുവിൽ വീണു ഞാൻ, ജോലി ചെയ്യാനും ഗതിയില്ലാതെ പിച്ച തിണ്ടി ഞാൻ. അത്ര എനിക്ക് ഓർമ്മയുള്ളൂ. ഒരുപാട് ചെറുതിലെ പാടിയതാണ്, പിന്നെ അങ്ങനെ പാടിയിട്ടൊന്നുമില്ല പാട്ട്. ഇപ്പം തിരിഞ്ഞ് ഇങ്ങോട്ടെത്തിയാൽ എനിക്ക് തോന്നുന്നു ഇപ്പം സൂപ്പർ ഹിറ്റ് ആയത് ഉപകാരം ചെയ്യാത്ത ആ ഒരു ഗാനം അല്ലെ. നമ്മളൊരു ഫാമിലി ബ്രേക്ക് നല്ലൊരു ബ്രേക്ക് കിട്ടിയത് ഉപകാരം എന്നുള്ള പാട്ടാണ്. തകർത്ത് പാടി തകർത്ത് അഭിനയിച്ചതെന്ന് തന്നെ പറയാം അല്ലെ. അത് നമുക്ക് ഉപകാരമില്ലാത്ത ഒന്ന് ഇവരെ നാലാളും കൂടി പാടുന്നത് കേട്ടാലോ? ഓക്കെ, തീർച്ചയായിട്ടും പാടാം. ഉപകാരം ചെയ്യാത്ത ആളെന്തിനാ, ഉപദ്രവം ചെയ്യുവാൻ പോണതെന്തിനാ, അപരാധം പറയുന്ന നാവെന്തിനാ, അഹങ്കാരം കരുതുന്ന കൽബെന്തിന, നമ്മുടെ കൽബെന്തിന. ഉപകാരം ചെയ്യാത്ത ആളെന്തിനാ, ഉപദ്രവം ചെയ്യുവാൻ പോണതെന്തിനാ,
അപരാധം പറയുന്ന നാവെന്തിനാ, അഹങ്കാരം കരുതുന്ന കൽവെന്തിനാ, നമ്മുടെ കൽവെന്തിനാ. ഉപകാരം ചെയ്യാത്ത ആളെന്തിനാ, ഉപദ്രവം ചെയ്യുവാൻ പോണതെന്തിനാ. അപരാധം പറയുന്ന നാവെന്തിനാ, അഹങ്കാരം കരുതുന്ന കൽവെന്തിനാ, നമ്മുടെ കൽവെന്തിനാ. ഇതേ പാട്ടിൽ തന്നെ ഈ മുല്ലപ്പൂമണ ജിഫ്രാന് തുടങ്ങുന്നില്ലേ, ഞാൻ മൊബൈലിൽ റിംഗ് ടോണൊക്കെ ആക്കിയിട്ട് ഭയങ്കര ഫീലിംഗ് ആണ്. ഒരു 2 വരി അത് മുല്ലപ്പു മണക്കാത്ത മൂക്കെന്തിനാ, മുറുത്തത്തായി പോകുന്ന വാക്കെന്തിനാ. മുല്ലപ്പു മണക്കാത്ത മൂക്കെന്തിനാ, മുത്തത്തായി പോകുന്ന വാക്കെന്തിനാ. വിശപ്പെന്തെന്നറിയാത്ത വയറെന്തിനാ, വിഷമങ്ങളറിയാത്ത സുഹൃത്തെന്തിനാ, നമ്മുടെ സുഹൃത്തെന്തിനാ. ഉപകാരം ചെയ്യാത്ത ആളെന്തിനാ, ഉപദ്രവം ചെയ്യുവാൻ പോണതെന്തിനാ. അപരാധം പറയുന്ന നാവെന്തിനാ, അഹങ്കാരം കരുതുന്ന കൽവെന്തിനാ, നമ്മുടെ കൽവെന്തിനാ. ഇപ്പോൾ ഈ പാട്ട് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇപ്പോൾ ഈ പാട്ട് ഇറങ്ങിയതിന് ശേഷം കൂടുതൽ ആൾക്കാർ നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതുപോലെ മെസ്സേജുകളുള്ള പാട്ടാണ്. ഇതിൽ തന്നെ ഇപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ചിന്തിക്കേണ്ട പല, തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കാലത്ത് ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ. അതെ 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 അതെ. ഇതിനു മുമ്പ് ഒരു കല്യാണപ്പാട്ട് ടിക്ടോക്കിൽ ഭയങ്കര വൈറലായിരുന്നു, വട്ടത്തിൽ പങ്ക എന്നുള്ളത്. അപ്പം അതും ജനങ്ങൾ നന്നായിട്ട് സ്വീകരിച്ചു. ശുക്കൂർ ഉടുമ്പന്തലൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിക്കുകയും ചെയ്യാം. നല്ലൊരു പാട്ടാണത്. വട്ടത്തിൽ പങ്ക തിരിപ്പിച്ച് ട്യൂബ് കത്തിച്ച് കത്തും വെളിച്ചത്തിലിരുന്ന് നേരം വെളുപ്പിച്ച് മുട്ടും വിളികളും ദഫും ഹാർമോണി കേട്ടിട്ട് മട്ടത്തിൽ മാരൻ വരുന്നുണ്ട് ചുട്ട് കത്തിച്ച്. AV മുഹമ്മദിന്റെ പാട്ടുകൾ പാടാറുണ്ട്. അതെ അതെ അതെ. നമുക്ക് പഴയ കാലത്തെ ഒരു പാട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് തീർച്ചയായും AV മുഹമ്മദിന്റെ പകലൻ നിശാനി എന്നുള്ള പാട്ട് സിഫ്രാൻ എല്ലാ വേദിയിലും പാടുന്ന പാട്ടാണ്. പകലൻ നിശാനിയാലം പരിപാലക സഹായ മഹ്ലൂക്ക് ജിന്നിൻസാന മലക്ക് സമാനൂന. പകലൻ നിശാനിയാലം പരിപാലക സഹായ മഹ്ലൂക്ക് ജിന്നിൻസാന മലക്ക് സമാനൂന. അതുപോലെ മെഹർനിസാണ് ചോദിച്ചത് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ടാവുമല്ലോ, ഒറ്റയടിക്ക് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടാവുന്നത് ഏത് പാട്ടായിരിക്കും പാടുന്നത്? അതെൻ്റെ ഒരു ഹിറ്റായ ഒരു സോങ് ഉണ്ട്, ശുക്രിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ പാടിയ. ശുക്രിയ ശുക്രിയ നാഥനിൽ ശുക്രിയ, ശുക്രിയ ശുക്രിയ നാഥനിൽ ശുക്രിയ, ഈ ദേഹമിൽ റൂഹോദിനി സ്തുതിയാൽ പാടി ഞാൻ. ശുക്രിയ ശുക്രിയ നാഥനിൽ ശുക്രിയ, ശുക്രിയ ശുക്രിയ നാഥനിൽ ശുക്രിയ. ഇത് മെഹർനിസ പാടിയ പാട്ടാണോ? അതെ അതെ അതെ, ഞാൻ കേട്ടിരുന്നു, ആദ്യം കേട്ടിരുന്നു. എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ കല്യാണത്തിന്, കല്യാണം തുടങ്ങാറ് ഞാൻ ഈ പാട്ട് ഇട്ടിട്ടായിരുന്നു, പെണ്ണിന്റെ കല്യാണം. സന്തോഷം സന്തോഷം. ഏതാണ് പുതിയ പ്രൊജക്ട്? ഇതേ കുടുംബപരമായിട്ടാണോ അല്ലെങ്കിൽ സിംഗിൾ വർക്ക് അങ്ങനെ എന്തെങ്കിലും പുതിയതായിട്ടുള്ള വരാൻ? നമ്മള് ഫാമിലി ആയിട്ടുള്ളത് ഇനിയിപ്പോ വരാനുള്ളത് കണ്ണാടിക്കൂട് എന്ന് പറഞ്ഞ വർക്കാണ്. കണ്ണാടിക്കൂട് ഫോട്ടോ പോസ്റ്ററൊക്കെ ഔട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഷുക്കൂർ ഖാന്റെ വർക്കാണ്, ഷുക്കൂർ ഉടുമ്പന്തല മൂപ്പരുടെ വർക്ക്. അത് നമ്മുടെ സിഫ്രാൻ നിസാം യൂട്യൂബ് ചാനലിലാണ് വരുന്നത്, കണ്ണാടിക്കൂട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വർക്കുകളായി, പിന്നെ പെരുന്നാളിന്റെ വർക്കൊക്കെ വരാനുണ്ട്. തിരക്കൊക്കെ ആവാറായില്ലേ? പിന്നെ മാരേജ് പുതിയ വിശേഷങ്ങളൊക്കെ എന്താണ്? വിശേഷങ്ങൾ എന്താ, ഇങ്ങനെ വർക്കും കാര്യങ്ങളായിട്ട് പോകുന്നു, ഷൂട്ടും ഒക്കെയാണ്. പിന്നെ പുതിയ വിശേഷം, നമ്മുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിലേക്ക് വരാൻ പോവായിരുന്നു. വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങോട്ടേക്ക് മാറിയതൊക്കെ, നമ്മൾ കണ്ണൂരായിരുന്നു, ഇപ്പൊ പയ്യന്നൂർക്ക് മാറിയതാണ്. ഇവിടെ തൊട്ടടുത്ത് നമ്മളെ വ്ളോഗും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളത് അങ്ങനെയൊക്കെയാണ്. 5 മിനിറ്റ് ഇവിടുന്ന് 5 മിനിറ്റ്. അപ്പോൾ പണികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ
പ്രാർത്ഥനയുണ്ടാവണം. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് നമ്മളൊരു സ്വന്തമായിട്ടൊരു വീട്ടിലേക്ക് മാറുക എന്നുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത്രയാണ്. അതും പാട്ടുപാടി വീടുണ്ടാക്കുമായിരിക്കും 4 ആളും കൂടി. അതെ അതെ, അതാണ് ഒരു ഇരട്ടി മധുരം കൂടിയാണ്. ഇൻഷാ അല്ലാ. ഏതായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പ്രത്യേകിച്ചിട്ട് സ്റ്റാർനെറ്റ് പ്ലസിന്റെ എന്താണ് പറയാനുള്ളത്? കാരണം അവർക്കൊക്കെ ഒരു വിരുന്നൊരുക്കലാണ് എൻ്റെ ഇന്നത്തെ ബ്ലോഗിന്റെ ഉദ്ദേശം. വിരുന്ന് തന്നെ ആയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. ഡിഫറൻറ്റ് തുടങ്ങി നമ്മളിപ്പം ഇവിടെ നിൽക്കണു 4 പേരിൽ. അതെ അതെ. പിന്നെ സ്റ്റാർനെറ്റ് പ്ലസിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ അന്നേ വരണ്ടായിരുന്നു. നമ്മൾ ഉനൈസ് ഭായ് ഒരുപാട് മുന്നേ നമ്മളായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ ചിലപ്പോൾ നമ്മുടേതായ തിരക്ക്, അതുപോലെ ചിലപ്പോൾ ഉനൈസ് ഭായിയുടേതായ തിരക്ക്. ഉനൈസ് ഭായ് ലോകം എന്താ പറയാ കറങ്ങുന്ന ആളാണ്. അന്ന് നീ പറഞ്ഞ സമയത്ത് ലക്ഷദ്വീപില് ലക്ഷദ്വീപ് അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചുറ്റുന്ന ആളാണ്. അപ്പോൾ രണ്ടുപേരുടെയും കാരണങ്ങൾ കൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പം ആയിരിക്കും അതിൻ്റെ സമയം, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായിരുന്നാലും ഒരിക്കൽ കൂടി പറയാനുള്ളത്, നമ്മുടെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളൊരു ചാനലുണ്ട്, ജിഫ്രാൻ നിസാം യൂട്യൂബ് ചാനൽ. അപ്പോൾ അതിലാണ് നമ്മുടെ പാട്ടുകളൊക്കെ വരുന്നത്. അപ്പോൾ അതും നമ്മുടെ ഈ ഒരു ചാനൽ പറയാണ്. അപ്പോൾ അത്ര തന്നെ. വീണ്ടും നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും ഞങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവുക. തീർച്ചയായിട്ടും. പിന്നെ ഞാൻ ഇതിലേക്ക് വരുമ്പം ഈ സ്റ്റാർനെറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അസീസ് ഖായുടെ മകന് സുബൈർ ഖായുടെ ഒരു ആൽബം പെരുന്നാളോടനുബന്ധിച്ച് നിസാം ഡാൻസ് ഒക്കെ ചെയ്ത് പാട്ട് പാടിയത് നമ്മൾ സ്റ്റാർനെറ്റിലാണ് വർഷങ്ങൾക്ക് മുമ്പ് എഡിറ്റ് ചെയ്തത്. എൻ്റെ പ്രിയ സുഹൃത്ത് മുഹമ്മദ് കുഞ്ഞി എഡിറ്റ് ചെയ്ത് ആ ഒരു സന്ദർഭത്തിൽ നിസാം നമ്മളെ സ്റ്റാർനെറ്റിൽ വന്നതായിട്ട് ഓർമ്മയുണ്ട്. പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അതെ, പെരുന്നാൾ വന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതെ, അത് കുറേ മുന്നെയാണ്. ഏതായാലും ബന്ധം ആ സമയത്ത് ഉണ്ട് നമ്മൾ തമ്മിൽ. എനിക്ക് സ്റ്റുഡിയോയിൽ കണ്ടിട്ട് അറിയാം. അപ്പൊ ഞാൻ നിസാം തളിപ്പറമ്പ് എന്ന് പറഞ്ഞിട്ട് കണ്ടത്. അപ്പോൾ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ടില്ല ആ സമയത്താണ്. അതെ അതെ. അപ്പൊ അതോടനുബന്ധിച്ചാണ് കല്യാണ ആൽബം കൂടി നമ്മൾ കണ്ടത്. ബാക്ക് ആൻഡ് ഫോർട്ട് സിനിമ മോഡൽ. അത് ആരിസിത്താരയാണ് ചെയ്തത്. ആരിസിത്താരയോട് നിസാമിന്റെ ഞാൻ ബന്ധപ്പെടാൻ വേണ്ടി അത് ഫസ്റ്റ് എന്നെ വിളിച്ചത് സത്യം ഈ ഒരു സമയത്ത് പറയാം. ആരിസാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ എൻ്റെ ഫ്രണ്ട് വിളിക്കും. ഉനൈസ് പുള്ളി പാട്ടൊക്കെ എഴുതും കേട്ടോ. ലിറിക്ക് അല്ല എഴുതാറുണ്ടല്ലേ അത്യാവശ്യം മധു ഗാനങ്ങൾ. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പാട്ടൊക്കെ എഴുതും. അപ്പൊ ഞാൻ എൻ്റെ ഫോണിൽ സേവ് ചെയ്തതന്നെ അങ്ങനെയാണ്, ഉനൈസ് ലിറിക്ക് എന്ന് പറഞ്ഞാണ് സേവ് ചെയ്തത്. സന്തോഷം, ഒരുപാട് സന്തോഷം. ബന്ധം നിലനിൽക്കട്ടെ, അത്രേ പറയാനുള്ളൂ. പിന്നെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാറായി. അപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഇച്ചിരി ലെങ്തി ആയിപ്പോയി. ഏതായാലും അവസാനമായിട്ട് ഞങ്ങൾക്കൊരു എല്ലാവരും ഒന്നിച്ചിട്ട് ഒരു പാട്ട് കൂടി പാടി നമുക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും അല്ലേ? മഹിൽ മഹാസീനെന്ന് മഹിമയഴും സുൽത്താന് മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോള്, അവളുടെ മധുവൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല്. ഏതായാലും വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സ്റ്റാർനെറ്റ് പ്ലസ് ഇന്നത്തെ ഈ ഒരു ബ്ലോഗിന് ചെറിയൊരു ഉപഹാരം ഇവർക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഫാമിലിക്ക്. അതാണിത്. അതുകൂടാതെ ഔട്ട്ഫിറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ ഇവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഉപഹാരം തന്നിട്ടുണ്ട്. ഇവർ ഔട്ട്ഫിറ്റിൻ്റെ ഈ ഓഫർ ചെയ്ത് നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടി അവിടെ സന്ദർശിക്കുന്നതായിരിക്കും. അതുകൂടി നമ്മൾക്ക് ഒരു പ്രോഗ്രാം ചെയ്യാനുണ്ട്. ഏതായാലും ഔട്ട്ഫിറ്റിൻ്റെ ഈ ഒരു ഉപഹാരം ഞാൻ ഇവരെ ഏൽപ്പിക്കുകയാണ്. ഇഫ്രാൻ, ഈ ഗായക കുടുംബത്തെ നമ്മൾ ഏൽപ്പിക്കുകയാണ് ഈ ഒരു ഉപഹാരം. അതുകൂടാതെ സ്റ്റാർനെറ്റ് പ്ലസിൻ്റെ ഒരു ചെറിയൊരു മൊമെൻ്റ് അതുകൂടി ഞാൻ ഇവരെ ഏൽപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഇന്നത്തെ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. സ്റ്റാർനെറ്റ് പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കട്ടക്ക് തന്നെ കൂടെ നിൽക്കുക. സ്റ്റാർനെറ്റ് പ്ലസിൻ്റെ പുതിയ ഒരു വീഡിയോയുമായി വരും വരെ ബൈ.